പ്രിയമുള്ളവർ, മലയാളത്തിൽ വളരെ മനോഹരമായ ഒരു സിനിമയുണ്ട്. അതിൻ്റെ പേര് ഗുൽമോഹർ എന്നാണ്. ജയരാജ് സംവിധാനം ചെയ്ത നല്ല ഒരു ചിത്രമാണ്. അതിൽ അടിയന്തരാവസ്ഥ കാലത്ത് വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സമര പോരാളികളുടെ കഥ പറയുന്ന സിനിമയാണ്. അതിലെ നായകനായിട്ട് അഭിനയിച്ചത് രഞ്ജിത്താണ്. അതിലെ നായകന് വലിയ രീതിയിലുള്ള പോലീസിൻ്റെ മർദ്ദനങ്ങൾ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരു കാര്യം പോലീസിന് അറിയാനുണ്ട്, പക്ഷെ അദ്ദേഹം അത് പറയാൻ തയ്യാറല്ല. പോലീസ് അദ്ദേഹത്തെ പല രീതിയിൽ ആക്രമിക്കുന്നുണ്ട്, ശിക്ഷകൾ നടപ്പിലാക്കുന്നുണ്ട്, എന്നിട്ടും അദ്ദേഹം അത് പറയാൻ തയ്യാറാകുന്നില്ല. അവസാനം പോലീസ് അദ്ദേഹത്തോട് വാൺ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നാളെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ, നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, അദ്ദേഹത്തിന് പോലീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള ശിക്ഷ നഖത്തിൻ്റെ ഉള്ളിലൂടെ സൂചി കയറ്റുന്ന ശിക്ഷയാണ്. ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടാകുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ രഹസ്യം പറഞ്ഞേ പറ്റൂ. അദ്ദേഹത്തോട് ഇത് പറയുന്നത് പോലീസാണ്. അദ്ദേഹത്തിന് ഉറപ്പാണ് അവർ പറയണത് ചെയ്യും. പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: സാറേ, ഞാൻ ഈ മാർഗത്തിലേക്ക് അറിയാതെ വന്നു പെട്ടതല്ല, ഇതെൻ്റെ തീരുമാനമാണ്. ഞാൻ ഈ മാർഗത്തിലേക്ക് അറിയാതെ വന്നു പെട്ടതല്ല, ഇതെൻ്റെ തീരുമാനമാണ്. ഞാൻ അറിയാതെ വന്നുപെട്ട ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്കെന്നെ പ്രലോഭിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്കെന്നെ പലതും കാണിച്ച് കൊതിപ്പിക്കാനൊക്കെ കഴിയും. പക്ഷേ ഇതല്ല സംഭവം. ഞാനിത് അറിയാതെ വന്നുപെട്ട ഒരു മാർഗമല്ല, ഇതെൻ്റെ തീരുമാനമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മനുഷ്യനും നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട ആരോഗ്യവും വളരെ പ്രിയപ്പെട്ട നേരങ്ങളൊക്കെ ഇതിനു വേണ്ടി കൊടുക്കുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് പോലും ഓടാൻ സമയമില്ലാതെ ഇതിനു വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റീവാല്യൂ ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഒന്ന് കണ്ണടച്ച് നമ്മൾ സ്വയം ആലോചിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ഞാനിതിലേക്ക് അറിയാതെ വന്നുപെട്ടതാണോ, അതല്ല ഇതെൻ്റെ തീരുമാനമാണോ? അറിയാതെ വന്നുപെട്ടതിൻ്റെ ലക്ഷണങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടോ, അതല്ല തീരുമാനിച്ചുറപ്പിച്ചവൻ്റെ നിശ്ചയദാർഢ്യമാണോ എൻ്റെ ഉള്ളിൽ തിളക്കുന്നത് എന്ന് സ്വയം ആലോചിക്കാനുള്ള നേരമാണ് ഇത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മമ്പാട് കോളേജിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത്, മമ്പാട് കോളേജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ഒരാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഫ്രണ്ടിലൊരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തി, കൈ കാണിച്ചു. നമ്മൾ വണ്ടി നിർത്തി. എനിക്ക് അദ്ദേഹത്തെ മുമ്പ് അറിയാം, കുറേ മുമ്പ് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കോളേജിൻ്റെ തൊട്ടടുത്താണ് വീട്, പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമെന്ന് ചോദിച്ചു. ഓ, ഉറപ്പായിട്ടും കയറാമെന്ന് പറഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ കോലായിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് അകത്തേക്ക് കയറിയ സമയത്ത് ഞങ്ങൾ കയറി ഇരുന്ന പാടെ അടുക്കളയിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് ഞങ്ങൾക്ക് ഫാൻ ഇട്ട് തന്നു. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തിരിച്ചും അതേപോലെ പ്രത്യഭിവാദ്യം ചെയ്യണം. പക്ഷേ ഇവരങ്ങനെ പ്രത്യഭിവാദ്യം ചെയ്തില്ല. തിരിച്ചു അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞില്ല, ഒന്നിങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരുമല്ലോ, എന്താ ഇവർ തിരിച്ചു പറയാതിരുന്നത്?
ആ ചിന്ത നമുക്ക് വരുമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു തന്നു, പിന്നെ ഒന്നും വിചാരിക്കരുത്, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയാണോ, ഇത് ഭാര്യയാണോ? അപ്പം എന്നോട് പറഞ്ഞു, അല്ല, ഭാര്യയുടെ അനിയത്തിയാണ്. അവരിവിടെയാണോ, നിങ്ങളെ കൂടെയാണോ താമസം? അല്ല, അവർ പിന്നെ കുറച്ച് കാലത്തേക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ പറയാൻ ബാക്കിയുണ്ട്. അത് അദ്ദേഹം പൂരിപ്പിച്ചത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർക്കൊരു ഭർത്താവുണ്ട്, ഭർത്താവിനും സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് 2 മക്കളുണ്ട്, പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികൾക്കും സംസാരിക്കാൻ കഴിയില്ല. 3-മത് അവർക്കൊരു മോനുണ്ട്, ആ മോന് സംസാരിക്കാൻ കഴിയും. കോവിഡ് വന്നതോടെ സ്കൂളുകളില്ല, ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, ഒന്നുമില്ല. ഇവന് കൂടെ സംസാരിക്കാൻ ആരുമില്ല, ഇവനെ സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഇവനിങ്ങനെ ഡിപ്രഷൻ ആവാൻ തുടങ്ങി. ഇവൻ്റെ മൂഡൊക്കെ ഇങ്ങനെ മാറി, സംസാരിക്കാതെ ആയി, കരഞ്ഞിരിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇവരൊരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കാണിച്ചു. ഇത് ഇദ്ദേഹം അറിഞ്ഞു, നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു. അദ്ദേഹം അറിഞ്ഞ പാടെ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയത്? ഇങ്ങോട്ട് വന്നാൽ പോരെ. മോന് വിഷമമുള്ളത് എന്താണെന്നറിയോ, അവന് സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോരും, നമുക്കിനി ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് അവരെ വിളിച്ച് ഇപ്പോൾ 2.5 വർഷമായി. അദ്ദേഹം പറയണ, നിങ്ങൾ തിരിച്ചു പോകണ്ട, ഇവിടെ നിന്നുള്ളൂ. ഈ പറയണ ആളില്ലേ, ഈ പറയണ ആള് കയ്യും കാലും ഇല്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് കയ്യുമില്ല, കാലുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് PP റഷീദ് എന്നാണ്. മമ്പാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ, ഏതൊരു രാഷ്ട്രീയ പാർട്ടി കെട്ടിക്കൊടുത്ത 2 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീട്. അദ്ദേഹത്തിന് നിലമ്പൂർ എവിടെയോ ഒരു ആശുപത്രിയിലൊരു ചെറിയ ജോലിയുണ്ട്. അദ്ദേഹത്തിന് ആകെയുള്ള ശമ്പളം 14,000 രൂപയാണ്. ആ 14,000 രൂപ കൊണ്ട് അദ്ദേഹം വീതിക്കുന്നത് ആർക്കൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്താണെന്നറിയോ നിങ്ങൾ? എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ചില മനുഷ്യന്മാർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ജന്മം കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എക്സിസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ചില മനുഷ്യന്മാർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ഒരു വാക്ക് ബീയിങ് എന്നാണ്, ബീയിങ്. അതിങ്ങനെ ജീവിച്ചു പോകല, അങ്ങനെ ഒഴുകല. ബീയിങ് അതാരെ കൊണ്ടും പറ്റും. പക്ഷെ വേറൊരു വാക്കുണ്ട്, അതെന്താണെന്നറിയോ? ബിക്കമിങ് എന്നാണ്. ബിക്കമിങ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാണ്. ബീയിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകിപ്പോകല. ജീവനില്ലാത്തൊരു തിമിംഗലത്തെ ഒരു ഒഴുക്കിലേക്ക് ഇട്ടാൽ ആ ഒഴുക്കിലൂടെ അതെങ്ങനെ നീന്തിപ്പോവും. പക്ഷെ ജീവനുള്ളൊരു പരലിനെ നമ്മൾ ഒഴുക്കിലേക്ക് ഇട്ടാൽ അത് പറ്റുന്നത് പോലെ തിരിച്ചൊഴുകും. ഈ തിരിച്ചൊഴുകുന്നതിൻ്റെ പേരാണ് ബിക്കമിങ്.